ഇന്ന് എൻ്റെ വീഡിയോയിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ ഗൈസ്. കാരണം ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ മോനാണ്. കിച്ചൺ മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പനിയുടെ മേളമായിരുന്നു. എല്ലാവർക്കും പനിയായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് കൂടിപ്പോയി. എനിക്കങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ ചേട്ടൻ ഇവിടെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ചേട്ടനാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം. ചേട്ടന് ലീവ് കഴിഞ്ഞു എന്നല്ല, ലീവ് ഇനി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇന്നലെ പോയി തിരിച്ച്. ഇനി ചേട്ടൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ ഇവിടെ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കാരണം ചേട്ടൻ പോയി. അപ്പം ഇന്നലെ മോന് സ്കൂളിൽ പോയിരുന്നു, പക്ഷെ വൈകുന്നേരം അവൻ വയ്യാതെയാണ് വന്നത്. അവൻ്റെ തലവേദനയും ഒക്കെ കൂടിയിട്ടാണ് അവൻ വന്നത്. അങ്ങനെ ഇന്ന് 2 ദിവസവും കൂടെ അവൻ ലീവ് എടുക്കാമെന്നും പറഞ്ഞ് ലീവായിരുന്നു. പക്ഷേ എനിക്ക് എണീക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ചോറ് ഞാൻ വെച്ചോളാം അമ്മയെന്ന് പറഞ്ഞു. കാരണം കറി ഉണ്ടായിരുന്നു. കറി ചേട്ടൻ കഴിഞ്ഞ ദിവസം വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കിതൊന്നും അത്ര കഴിക്കാൻ മേലെങ്കിലും മറ്റുള്ളവരെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയില്ലേ ഗൈസ്. കാരണം എനിക്ക് നല്ല വിഷമമുണ്ട് ഇവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നതിൽ. പക്ഷേ എൻ്റെ അവസ്ഥ അത്രയും മോശമായിപ്പോയി. കാരണം 104-105 ഡിഗ്രി പനിയൊക്കെ ആയിരുന്നു എനിക്ക്. അത്രയും ഞാൻ കിടപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇവർ ചെയ്യിക്കാത്തത്. പിന്നെ ബോഡി ഭയങ്കര വീക്കാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. തലകറക്കം, തലവേദന, ചുമ, ഇങ്ങനെയുള്ള പല ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ തലകറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് അവനാണ് ഇന്ന് ചെയ്തോളാമെന്ന് പറഞ്ഞ് കയറി. അവൻ ചോറും വെച്ചു. പിന്നെ ഇരുന്ന ചിക്കൻ കറിക്ക് ഗ്രേവിയൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. ആൾ ഭയങ്കര എന്താ പറയണേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഷെഫ്മാരൊക്കെ ചെയ്യുന്ന അതേ മോഡലിൽ. അപ്പോൾ ഞാനാ പറഞ്ഞ, എടാ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി, നീ എനിക്കൊരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ചെയ്യുന്ന വീഡിയോ അവൻ തന്നെ ട്രൈപോഡൊക്കെ വെച്ച് എടുത്തതാണ് കേട്ടോ. എന്താ അവനെക്കൊണ്ട് പറ്റുന്നത് അവൻ പാവം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? എൻ്റെ മോനിപ്പോൾ +2-ലാണ് പഠിക്കുന്നത്. എനിക്ക് ആകെ ഈ ഒരു മോനാണുള്ളത്. പക്ഷേ എനിക്ക് ഒരിക്കലും അവനെപ്പറ്റി ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് പോലും ഒരു ബുദ്ധിമുട്ടും എനിക്ക് വിചാരിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എല്ലാ കാര്യങ്ങളും, തുണി കഴുകുമോ, ഭക്ഷണം ഉണ്ടാക്കുമോ, അവനെക്കൊണ്ട് പറ്റുന്ന എല്ലാം അവൻ ചെയ്തു തരും കേട്ടോ. അത് കാരണം ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമമൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ മോൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. പാത്രം കഴുകും, തുണി കഴുകിയിടുമോ, തുണി വിരിച്ചോ, എല്ലാം, ഉണങ്ങിയ തുണികളെടുത്ത് മടക്കി വെക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം ചോറും കറികളാണെങ്കിലും അവന് അറിയാവുന്ന കറികളൊക്കെ അവൻ ചെയ്യും. ചിക്കൻ കറി, മുട്ടക്കറി, അങ്ങനെയൊക്കെ, കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൻ ഉണ്ടാക്കുകയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്ന് വെച്ചാൽ ദോശയും ചമ്മന്തി അതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവനെക്കൊണ്ട് പറ്റുന്ന, അവനറിയാവുന്നതൊക്കെ, അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് കണ്ടു പഠിച്ചതാണ്. അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ ചെയ്യുമ്പോഴൊക്കെ നോക്കി നിന്നും പഠിച്ചും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് എന്തായാലും ഇപ്പോൾ അത് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. കാരണം എൻ്റെ മോൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഇനി നാളെ ഒരു ദിവസം അവനൊരു ലൈഫൊക്കെ വന്നു കഴിയുമ്പോൾ ആ ലൈഫിലും അവനിങ്ങനെയൊക്കെ ചെയ്തോളുമല്ലോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും അങ്ങനെ ഓർത്ത് അഭിമാനിക്കാറുണ്ട്. പിന്നെ പഠിക്കാനൊക്കെ ഏതെങ്കിലും ഹോസ്റ്റലിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഇവനെക്കുറിച്ച് ഓർത്ത് യാതൊരു വിഷമവും ഇല്ല. കാരണം അവന് വേണ്ടതൊക്കെ അവൻ ഉണ്ടാക്കി കഴിച്ചോളും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ ഗ്രേവിയാക്കി വെച്ചിട്ടുണ്ട്. അവനെന്തോ സോസേജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു ചെറിയ പാക്കറ്റ്, ഞാനതങ്ങനെ വാങ്ങാറില്ല. കാരണം
സോസേജ് ഹെൽത്തി അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവനിത് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഓരോ പാക്കറ്റ് ചെറുത് വാങ്ങി വെക്കും. അപ്പോൾ അതെടുത്തെന്തോ അതും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങൾ തള്ളി നീക്കിയത്. അപ്പോൾ അവൻ ആ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സൗണ്ട് ഞാൻ കൊടുത്തേക്കാം. അവന് അങ്ങനെ അറിയില്ല കേട്ടോ, ഒരുപാട് ഇങ്ങനെ സൗണ്ട് കൊടുത്ത് ഇതൊന്നും ഇടാനൊന്നും അവനറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു അമ്മ സൗണ്ട് കൊടുത്താൽ മതി എന്നും പറഞ്ഞ് കൊണ്ട് തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ വരുന്നവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ കിച്ചണൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുവാണ്. ഇതെല്ലാം റെഡിയാക്കി എടുക്കണം. എല്ലാം മാറിയിട്ട് വേണം. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.